നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, മുൻപ് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് മറുപടിയാണ്. ആ ക്വസ്റ്റ്യൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉദ്ദേശം മാക്സിമം ക്യാൻസർ പേഷ്യൻസിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ക്യാൻസർ എന്ന രോഗം പലപ്പോഴും ഒരു മാറാവ്യാധിയായി തുടരുകയോ ജീവൻ അപഹരിക്കുകയോ അതുമല്ലെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെട്ട് സുഖമായിരിക്കുകയോ ചെയ്യുന്ന 3 തരം അവസ്ഥകളും ഇതിൽ കാണുന്നതാണ്. പക്ഷേ ഇത് ആർക്ക്, എപ്പോൾ, ഏതു തരം ക്യാൻസറിൽ എങ്ങനെ ചികിത്സിച്ചാൽ എന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഭാഗം. കാരണം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇത് അത്രയും ഭീകരമായ ഒരു രോഗമാണ്. ഈ മൊത്തം ക്യാൻസർ എന്ന രോഗം തന്നെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മാനേജ്മെൻറ്റും അത്രയും കോംപ്ലക്സ് ആണ്. അത്തരം ഒരു സിറ്റുവേഷനിലാണ് ക്യാൻസർ എന്ന രോഗവും അത് ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവരും അനുഭവിക്കുന്ന വേദനകൾ. ക്യാൻസർ വരുന്നതോടൊപ്പം ആദ്യം ഉള്ളിൽ കയറുന്നത് ആദിയാണ്. എന്ത് ചെയ്യും, ആരെ സമീപിക്കും? നമ്മൾ ഓരോ പേഷ്യൻറ്റും, ക്യാൻസർ വന്ന ഓരോ പേഷ്യൻറ്റിനും ഓരോ ഫാമിലിക്കും അറിയാം. കാരണം ഇതൊക്കെ അവരും കാണുന്നതാണ്. എന്തൊക്കെയാണ് മീഡിയാസിലും മറ്റു നിലക്കും കാണുന്നത്. നമ്മുടെ ചുറ്റുഭാഗത്ത്, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ, നമ്മുടെ ബന്ധുക്കളിടയിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ ആയുർവേദത്തിന് പോകുന്നു, ചിലർ ഹോമിയോക്ക് പോകുന്നു, ചിലർ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാതെ ഇത്തരം ചികിത്സകൾക്ക് പോകുന്നു. ഇനി ഇതൊന്നുമല്ലാതെ എല്ലാം കറക്റ്റായിട്ട് ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ എല്ലാം ചെയ്തിട്ടും പടിയിറങ്ങിപ്പോകുന്ന ജീവനുകൾ ഒരുപാടെണ്ണമാണ്. ഈ കാര്യം പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ക്യാൻസർ രോഗിയേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ആ ഫാമിലിയാണ്. ഇത് സംബന്ധിക്കുന്ന പല സിനിമകളും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒന്ന്, ഈ രോഗത്തെ പോലെ തന്നെ ഇതിൻ്റെ ചികിത്സയും വളരെ അപകടകരമാണെന്നതാണ് ആദ്യത്തെ ഒരു ഭയം. രണ്ടാമത്തത് ഇതിന് വരുന്ന സാമ്പത്തിക ബാധ്യത. ഇത് കഴിഞ്ഞാലും, ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും ഈ ഫാമിലിക്ക് ഒരു ജീവിതമുണ്ട്. അതല്ലെങ്കിൽ മൃതപ്രായനായി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന രോഗിക്കും വീണ്ടും ഒരു ജീവിതമുണ്ട്. അങ്ങനെ അവർക്കും ഒരു ഇമോഷൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു ക്യാൻസർ രോഗി അനുഭവിക്കുകയും അതോടൊപ്പം അവരുടെ ഫാമിലി അനുഭവിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ സാധാരണ ഹൃദയമുള്ള ഒരു ഡോക്ടർക്ക് കഴിയില്ല. ഇവിടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രഗത്ഭരായ എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. മോഡേണിലായാലും മറ്റ് സിസ്റ്റത്തിലായാലും. പിന്നെ കള്ളത്തരത്തിൽ ചികിത്സിക്കുന്ന കോക്സ് എന്ന് വിളിക്കാവുന്നവരും കോക്സ് എന്ന് ഡയറക്റ്റ് വിളിക്കാൻ പറ്റാത്ത വിധം ഡിഗ്രികളെല്ലാം ഉണ്ടായിട്ടുള്ള കോക്സും എല്ലാം നമ്മുടെ ഇടയിലുണ്ട്. അത് വേറെ കാര്യം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ശരിക്കും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കുറിച്ചാണ്. ഇനി എന്തായിരുന്നു ഈ കുട്ടിയുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛന് ക്യാൻസറാണ്, ലിവറിന് ക്യാൻസറാണ്, ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു ആയുർവേദം ചെയ്യരുതെന്ന്. എന്തായിരിക്കും ഈ ഡോക്ടർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം. നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, ആയുർവേദത്തിനുള്ള വിരോധമാണ്, ഓരോ സിസ്റ്റംസ് തമ്മിലുള്ള വിരോധം കൊണ്ടാണെന്ന്. അങ്ങനെ അല്ല. ആയുർവേദത്തിൽ ഇതിന് ഫലപ്രദമായ ഒരു ചികിത്സ ഉണ്ടെന്ന് ഈ പറഞ്ഞ ഡോക്ടർക്ക് പറഞ്ഞും ചെയ്തും അനുഭവങ്ങൾ ഉണ്ടെന്നുള്ളത് തെളിവ് കൊടുത്താൽ ഈ ഡോക്ടർ സമ്മതിക്കും. പക്ഷേ ഈ തെളിവുകൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തന്നെ വേണം. മേ ബി ഈ പറഞ്ഞ ഡോക്ടർ ആരാണെന്നോ ഈ ചോദിക്കുന്ന കുട്ടി ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഡോക്ടർക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായിരിക്കില്ല. കാരണം ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അടിക്കടി ഒരേ രീതിയിൽ ഒരു റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കണം. അതിന് അത്രയധികം റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടാവണം. ഇങ്ങനെ പല ഭാഗങ്ങളും ഉണ്ട് ഇതിൽ അന്വേഷിക്കാൻ.
ഡോക്ടർ പഠിച്ച മെത്തേഡ് അനുസരിച്ച് ഡോക്ടറുടെ അറിവ് വെച്ചിട്ട് ഇതിന് വേറൊരു ചികിത്സ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത് അതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന് ചികിത്സ ഉണ്ടെന്ന് പറയുന്ന, എന്താണ് ചികിത്സ എന്ന് പറയുമ്പോൾ അത് വെറും നമ്മുടെ വിക്കിപീഡിയയിലോ അതല്ലെങ്കിൽ അതുപോലുള്ള റിസർച്ച് പേപ്പേഴ്സിലോ മാത്രം ഒതുങ്ങുന്ന റിസൾട്ടിലേക്ക് ഇറങ്ങിച്ചല്ലാതെ അനുഭവങ്ങൾ എന്താണെന്ന് നോക്കുക. ഈ അനുഭവങ്ങൾ ടെസ്റ്റിമോണിയൽസ് എന്നൊക്കെ പറയുന്നതിന് ശാസ്ത്രീയ ബേസ് ഉണ്ടോ എന്നുള്ളത് നമ്മളാണ് പരിശോധിക്കേണ്ടത്. അത് തരുന്ന ഡോക്ടർക്ക് നിങ്ങളുടെ മുന്നിൽ ശാസ്ത്രീയമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ചികിത്സ ശാസ്ത്രീയം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. 25 വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്. ഞാൻ അന്ന് ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ജെനറ്റിക് എഞ്ചിനീയറിങ്ങിന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ BSc ഡിഗ്രി ബോട്ടണി ആയിരുന്നു. അത് ആ ബോട്ടണി കൂടി എൻ്റെ ആ ഒരു ഡിഗ്രി ഞാൻ അത്രയധികം എൻ്റെ പ്രാക്ടീസിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ബോട്ടണി പഠിച്ചതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ പ്ലാന്റ്സുമായിട്ട് ഉള്ള പ്ലാന്റ്സ് മെഡിസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെ സാധനങ്ങൾ പഠിക്കാനും കൂടുതൽ പഠിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ ബോട്ടണിയാണ്. ഈ ബോട്ടണി കഴിഞ്ഞ ഉടനെ ഞാൻ വിചാരിച്ചിരുന്നത് ജെനറ്റിക് എഞ്ചിനീയറിങ്ങിന് പോകാനായിരുന്നു ആഗ്രഹം. ക്യാൻസറിനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അന്ന് ഞാൻ അതിന് പോയിരുന്നെങ്കിൽ, അതിന് എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടിയത് ദൂരെ ആയത് കാരണം എന്നെ വിട്ടില്ല, എൻ്റെ ഫാദർ പറഞ്ഞയച്ചില്ല ആ കാലത്ത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അന്ന് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് പുറത്തു പോയി പഠിക്കാനൊക്കെ വലിയ താല്പര്യമായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. പക്ഷെ അന്ന് ഞാൻ അതിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഒരാളെപ്പോലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ അതൊക്കെ മേ ബി ഇപ്പോൾ ഇന്നുള്ള പൊസിഷൻ പോലെ വേറൊരു പൊസിഷനിൽ വലിയ ശാസ്ത്രജ്ഞയൊക്കെ ആയിട്ടിരിക്കാം, കഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ കഴിയാതിരുന്നിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ ഈ റിസർച്ചുകളെല്ലാം പേപ്പറായിട്ട് കൊണ്ടുപോയി നടത്തും, പല പരീക്ഷകൾ നടത്തും. ഇതെല്ലാം ഓരോ പുസ്തകത്താളുകളിലോ അതല്ലെങ്കിൽ റിസർച്ച് പേപ്പറുകളിലായിട്ടോ എവിടെയെങ്കിലും കിടന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഞാൻ ഹൗസ് സർജൻസി ആവുമ്പോൾ തൊട്ട് ഗൈഡൻസോട് കൂടിയിട്ട്, എൻ്റെ ഫാദറിൻ്റെയും എൻ്റെ ഗുരുക്കന്മാരുടെയും ഗൈഡൻസോട് കൂടിയിട്ട് ഞാൻ അന്ന് ട്രീറ്റ് ചെയ്ത കുട്ടികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് 25 വർഷം കഴിഞ്ഞിട്ടും. അതിനുശേഷം എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു, പിന്നെ പലതരത്തിൽ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം, ഫിനാൻഷ്യൽ ബേർഡനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നിരുന്നു. അവർക്ക് 70 വയസ്സായിരുന്നു ആ ലേഡിക്ക് പ്രായം. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് 7 സെൻറ്റിൽ ഒരു വീടും കുഞ്ഞു വീടും മാത്രമാണെന്ന് അവർ പറഞ്ഞു. അത് വിറ്റിട്ട് ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനായിരുന്നു അവർ ഒരുങ്ങിയിരുന്നത്. ഏത് ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരം ഇവർ രക്ഷപ്പെടുന്ന പറഞ്ഞത്. പക്ഷേ എൻ്റെ അടുത്ത് വന്നു, ഞാനത് വിൽക്കുകയും അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിന് പോകണ്ടെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് അവർക്ക് കഴിയാവുന്ന എന്തെങ്കിലുമൊക്കെ അവർ തരും. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. 3 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അവർ മരിച്ചുപോയി. ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ മകനും മരിച്ചിരുന്നു. അവർക്കുണ്ടായിരുന്ന ആ ഭൂമി അന്ന് വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർ പുറത്തിറങ്ങേണ്ടി വരുമായിരുന്നു, അവർക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ മുത്തശ്ശിയെ രക്ഷിക്കാൻ അവർക്ക് കഴിയുമായിരുന്നുമില്ല. ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള രക്ഷപ്പെടുത്തലുകൾ, പലരുടെ ജീവിതങ്ങൾ, ഇതെല്ലാം നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റിയത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഡീപ്പ് സ്റ്റഡീസ്, അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത, ഇത് ഓരോന്നും എണ്ണി പഠിച്ച് അതനുസരിച്ച് പ്രയോഗിച്ചാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആയുർവേദത്തിലേക്ക് പോവണ്ടെന്ന് ആരാണോ പറയുന്നത് അവർ എന്തുമാത്രം ആയുർവേദം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം. ഇപ്പോൾ ഈ അടുത്തിടെ ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അതിനിടയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർണാടകയിലൊരു സ്ഥലത്ത് ഒരു കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. അപ്പം ഞാൻ അവരെ കുട്ടികളോട് ചോദിച്ചപ്പോൾ, ആയുർവേദത്തിൽ നിങ്ങൾ ക്യാൻസറിനെ പറ്റിയിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ ചാപ്റ്ററും ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള അർബുദം എന്ന ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള ഒരു ശ്ലോകവും മാത്രമാണ് അവർക്ക് ആയുർവേദത്തെ പറ്റി അറിയാവുക, ആയുർവേദത്തിലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അറിയുന്നത്. ആക്ച്വലി ആ ഒരു ശ്ലോകം ഇന്നുള്ളൊരു ഓങ്കോളജിസ്റ്റിന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ പൊട്ടിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ളത് അർബുദത്തെ പറ്റിയിട്ടല്ല, അതൊരു നിയോപ്ലാസം എന്ന് വെച്ചാൽ ഒരു ഗ്രോത്ത് മാത്രമാണ്. അത് മാലിഗ്നൻ്റ് ആയി മാറുന്ന ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല.
പക്ഷേ ഇങ്ങനെ മാലിഗ്നൻസി വരുന്നത് മാലിഗ്നൻ്റായി മാറുന്നതിൻ്റെ പല പല കാര്യങ്ങൾ ഇതേ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവിടെയായിട്ട് അതിനനുസരിച്ച് ഗുരുക്കന്മാർ വഴി മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സാൻസ്ക്രിറ്റിൽ അപാര പാണ്ഡിത്യം വേണം, പിന്നെ അതിൽ കൂടുതൽ നമുക്ക് ഡെഡിക്കേഷൻ വേണം. എന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഇതിൽ കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ശ്ലോകമോ ഏതെങ്കിലും ഒരു ചാപ്റ്ററോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് ആയുർവേദത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, പഴയ ആളുകൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ആയുർവേദത്തിലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യക്തമായിട്ടുള്ള അവതരണം ക്യാൻസറിനെ പറ്റിയിട്ട് അതിലുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയാൻ BC 537 ഹിപ്പോക്രാറ്റസ് എന്ന് വെച്ചാൽ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അദ്ദേഹം ക്യാൻസറിനെ പറ്റിയിട്ട് പറയുന്നത്. അത് ക്യാൻസർ അല്ലെങ്കിൽ കാർസിനോമ എന്നെല്ലാം വേർഡിൻ്റെ റൂട്ട് വേർഡായിട്ട് ഞണ്ട് എന്നാണ് പറയുന്നത്. അതിങ്ങനെ ഒരു പുറം കട്ടിയുള്ള ഒരു തോടും ഇങ്ങനെ ഞണ്ടിനെ പോലെ ഇറക്കി കൊല്ലുന്നതെന്നും അതിൽ നിന്ന് മാറി വരുന്ന കാലുകൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ആ ഒരു വേർഡാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 537 BC. പിന്നെ ആയുർവേദത്തിൽ സുശ്രുത സംഹിതയിലും ചരക സംഹിതയിലും പറഞ്ഞിട്ടുണ്ട് ക്യാൻസറിനെ പറ്റിയിട്ട്. അതിൽ സുശ്രുത സംഹിതയിലാണ് കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നതും സർജറിനെ പറ്റിയിട്ട് പറയുന്നതും. എല്ലാ തരം സർജറികളും ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ നോക്കുമ്പോൾ അതിൻ്റെ കാലഘട്ടം നിർണയിച്ചിരിക്കുന്നത് 3000 BC ആണ്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ട് ഉള്ള കാലഘട്ട നിർണയമാണ്. ഇതൊന്നും എൻ്റെ സ്വന്തം സൃഷ്ടിയല്ല. ആ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അർബുദം എന്ന വേർഡ് തന്നെ ക്യാൻസറിനെ പറ്റി അവർക്ക് അറിയായിരുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. കാരണം അർബുദം എന്ന വേർഡിന് അർത്ഥം ഇന്യൂമറബിൾ നമ്പർ ഓഫ് സെൽസ് എന്നാണ്. ഇന്യൂമറബിൾ സെൽസ് എന്നില്ല, ഇൻഫിനിറ്റ് നമ്പർ എന്നുള്ളതാണ് അർബുദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ അർബുദം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ നമ്മൾ അതിൽ പറയുന്ന ആദ്യത്തെ നിയോപ്ലാസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ ഒരു വൃത്തത്തിനുള്ളിൽ മീൻസ് ഒരു സ്പെസിഫിക് മാർജിനുള്ളിൽ ഇന്യൂമറബിളായിട്ട് പെരുകുന്ന സാധനങ്ങൾ, അതിന് എത്ര വേണമെങ്കിലും വളരാം, വളരെ ഡീപ്പ് റൂട്ടതല്ല, പ്രത്യേകിച്ച് വളരെ കൂടുതൽ വേദനയില്ല. ഇത്തരത്തിലുള്ളൊരു ഡെഫിനിഷന് ഈ നിയോപ്ലാസം എന്നതിനും പിന്നീട് മറ്റ് ചാപ്റ്ററുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അതിൽ പറയുന്നത് ഗ്രഥിതം എന്നുള്ളൊരു വേർഡ് കൊണ്ടാണ് ക്യാൻസറിൻ്റെ ശ്ലോകത്തിൽ വരുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഈ ക്യാൻസർ സെല്ലുകൾ ഡിഫറെൻ്റ് ആയിട്ട് അതിനുള്ളിലൂടെ ഒരു ആൻജിയോജെനിസിസ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ നൂല് പോലെ എന്തെങ്കിലും ഒന്നിനുള്ളിലൂടെ കോർക്കുന്ന ഒരു അവസ്ഥയിലുള്ളതാണെന്നും എൻ്റെ സാൻസ്ക്രിറ്റ് വേർഡിൻ്റെ റൂട്ട് മീനിങ് പറയുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്, ഇപ്പോൾ ഓങ്കോളജിസ്റ്റുകളാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ, സാധാരണ ആളുകൾക്ക് മനസ്സിലാവില്ല. എന്തിനായാലും ആ ശ്ലോകത്തിൻ്റെ മീനിങ്ങിൽ വരുന്നത് ആൻജിയോജെനിസിസിനെ പറ്റിയിട്ടും പിന്നെ സെൽസ് ഇൻവേഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും പഴയ ആചാര്യന്മാർക്ക് അറിയാമായിരുന്നു എന്നാണ്. ഇങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട്. ഇതൊരു അക്കാഡമിക് സെഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. എന്താണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്ര വ്യക്തമായിട്ട് ക്യാൻസറിൻ്റെ പാത്തോജെനിസിസ് ആയുർവേദത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന് പറയുന്ന മെഡിസിൻസും നമുക്ക് ഉപയോഗപ്രദമാണ്. ഇത് വേറൊരു ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കാരണം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശാസ്ത്രത്തിൽ പറഞ്ഞതെല്ലാം ബുദ്ധിയുള്ളവന് ഉദാഹരണങ്ങൾ മാത്രമാണ്. അല്പബുദ്ധി ഉള്ളവന് ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ അതേപടി സ്വീകരിച്ച് പോകുന്നതാണ് നല്ലത്. അതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തരുത്. അതിലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ കഴിവ് ഉള്ളവനാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞൻ. അത് നമ്മൾ ബേസിക്കലി ഈ ഒരു സയൻസ് പഠിച്ചിട്ട് അതിന് മേലെ എല്ലാ മോഡേൺ ആസ്പെക്ട്സും പഠിച്ചിട്ടും ആണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങുന്നത്. പിന്നെ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്.
നമുക്ക് കഴിയുന്നത് എവിടെയാണ്, കഴിയാത്തത് എവിടെയാണ്, എന്താണ് ഇതിൻ്റെ പാത്തോജനിസിസ്, എവിടെ വെച്ച് ആയുർവേദം നിർത്തണം, എവിടെ വെച്ച് അത് കൂടുതൽ കൊടുക്കണം, ഏതൊക്കെ മരുന്നിനായിട്ട് ഏതെല്ലാം തരത്തിൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമാണ് മരുന്നുകൾ കൊടുക്കുന്നത്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു കൂട്ടം മോഡേൺ ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. കാരണം ഈ ഡോക്ടേഴ്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കേസുകൾ കണ്ടിട്ടും അതിൻ്റെ ഡാറ്റാസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുമാണ്. വളരെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സും പലരും ഈ ഒരു യാത്രയിൽ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നുള്ള യാതൊരു വകഭേദങ്ങളും നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഒരു യഥാർത്ഥ വൈദ്യൻ്റെ ഉദ്ദേശം പേഷ്യൻറ്റിനെ രക്ഷിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, അങ്ങനെ ഒരു ഡോക്ടർ ആയുർവേദം ചെയ്യേണ്ട എന്ന് പറയുന്നതിനെ നെഗറ്റീവായിട്ടും നിങ്ങൾ കാണേണ്ടതില്ല. എന്നാൽ പോസിറ്റീവായിട്ട് കാണണമെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള കൃത്യതയോടെ വ്യക്തതയോടെ ആയുർവേദവും ഏൻഷ്യൻ സയൻസും അതുപോലെ മോഡേൺ സയൻസിലും നല്ല പ്രാഗൽഭ്യമുള്ള ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ഇത്തരം വാക്കുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ആയുർവേദത്തിലെ ഒരു ശ്ലോകം കൂടി ഞാനിപ്പോൾ ഓർമ്മ വന്നത് പറയുകയാണ്. ആയുർവേദം പറയുന്നു, ഒരു ശാസ്ത്രം മാത്രം പഠിച്ചിട്ട് ഇരിക്കുന്നവർ പൊട്ടക്കിണറ്റിലെ തവളകളാണ്. നമ്മൾ കണ്ടംപററി ആയിട്ട് ഓരോ ടൈമിലും വരുന്ന എല്ലാ ശാസ്ത്രങ്ങളും അതിൻ്റെ മേലുള്ള അഡ്വാൻസ്മെൻറ്റും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഇന്നത്തെ ആയുർവേദ ഡോക്ടേഴ്സ് ചെയ്യുന്നതും അതാണ്. ഫിസിക്സിൻ്റെ സംഭാവനയായ എല്ലാതരം സ്കാനുകളും കെമിസ്ട്രി, ബയോകെമിസ്ട്രി മുതലായവയുടെ സംഭാവനയായിട്ടുള്ള എല്ലാതരം ബ്ലഡ് ടെസ്റ്റുകളും ആയുർവേദ ഡോക്ടേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വാക്കുകളെ പേടിച്ച് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വരാതിരിക്കേണ്ടതില്ല. നല്ല ഡോക്ടറെ കാണുക.